ഹായ്, ഞാൻ നീതു ആണ്. അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്കകത്ത് ഞാനിങ്ങനെ കുറേ കമൻറ്റ്സ് കണ്ടു. വീഡിയോ ഇടയ്ക്ക് ബ്രേക്കായി പോയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സോറി കേട്ടോ, ഒത്തിരി സോറി. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെയൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് ഫേസ്ബുക്കിലൊക്കെ. ഇതെൻ്റെ ഒരു അനുഭവത്തിൻ്റെ ബേസിസിൽ ഞാൻ ഇട്ട ഒരു വീഡിയോ ആണ്. കാരണം പേഷ്യൻസ് വന്ന് എനിക്ക് എൻ്റെ പേഴ്സണലി ഉള്ള ഒരു അനുഭവമാണത്. കാരണം ആ പേഷ്യൻറ്റിന് ഫർദർ കോംപ്ലിക്കേഷൻ ഇല്ലാതെയൊക്കെ ഞങ്ങൾ മാനേജ് ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അത് ആരെയും പറ്റിക്കാനോ അല്ലെങ്കിൽ ആരെയും ഉപദ്രവിക്കാനോ ഭയപ്പെടുത്താനോ ഒന്നും അല്ല കേട്ടോ ഉദ്ദേശിച്ചത്. അപ്പോൾ ആർക്കെങ്കിലും അത് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. അതുപോലെ തന്നെ ആ വീഡിയോ കട്ടായതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. കാരണം എനിക്കത് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. കാരണം ഞാൻ അത്രത്തോളം എന്താ പറയുക, ഞാനത് നോട്ടീസ് ചെയ്തതുമില്ല. പിന്നെ കമൻസൊക്കെ കണ്ടപ്പോഴാണ് ഇത് ബ്രേക്കായി എന്നുള്ള രീതിയിൽ വീണ്ടും ഞാൻ റിവൈൻഡ് ചെയ്ത് കണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ 1-2 കമൻസ് ഞാനിങ്ങനെ നോക്കി വായിച്ചപ്പോൾ അതിനകത്തൊരു കമൻസ് നോട്ടീസ് ചെയ്തായിരുന്നു. ഒരു ചേട്ടൻ ഇട്ടിട്ടുണ്ടായിരുന്നു, തലവേദനയായിട്ട് ടൈഗർ ബാമൊക്കെ പുരട്ടി ഇങ്ങനെ ഇരിക്കുകയാണെന്നുള്ള രീതിയിൽ. അപ്പോൾ ചേട്ടാ, അങ്ങനെ ചെയ്യരുത് കേട്ടോ. കാരണം ഈ പറയുന്നത് കൊണ്ട് നമ്മൾ തലവേദന എന്നുള്ള രീതിയിൽ നമുക്കൊരു നിസ്സാരമായിട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷെ ചേട്ടന് ബിപിയും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ എങ്കിൽ പോലും ചേട്ടനൊന്ന് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കാണണം കേട്ടോ. കാരണം നമ്മളിങ്ങനെ പെർസിസ്റ്റൻ്റ്ലി വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല. അത് ഒരു നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല. കാരണം എനിക്കും ഉണ്ട് അച്ഛനും അമ്മയൊക്കെ. കാരണം അവരും പറഞ്ഞാലൊന്നും കേൾക്കുകയൊന്നുമില്ല. പക്ഷെ എന്നാലും നമ്മളുടെ ഒരു അനുഭവം കൊണ്ട് പറയുകയാണ്, പോയി ഡോക്ടറെ കാണണം. കാരണം ബി പി ഒക്കെ ചെക്ക് ചെയ്ത്, കാരണം ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് എന്താ പറയുക, നമുക്ക് എന്താ പറയുക, നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുന്നതല്ലേ എപ്പോഴും നല്ലത്. അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കാണണം കേട്ടോ. എന്നിട്ട് ബി പി ഒക്കെ ചെക്ക് ചെയ്തൊക്കെ ഓക്കെ ആണെങ്കിൽ, വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ഓക്കെ, പ്രശ്നമില്ല. പക്ഷെ പോവാതിരിക്കരുത് കേട്ടോ. അതുപോലെ തന്നെ വേറൊരു ചേട്ടൻ്റെ മെസ്സേജ് ഞാൻ കണ്ടത്, ബി പി അല്ല, അത് ഷുഗറിൻ്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. ഷുഗർ ഇതുപോലെ 250 തൊട്ട് 300 വരെ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു റേഞ്ചിൽ അവർ കുഴപ്പമില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞിട്ട്, അത് കുഴപ്പമില്ലായ്കയല്ല കേട്ടോ, അത് കുഴപ്പമുണ്ട്. കാരണം അതൊരു നോർമൽ റേഞ്ച് അല്ല. പിന്നെ ഇത് ഏത് രീതിയിലാണ് ചെക്ക് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. ചേട്ടൻ ഫുഡ് കഴിച്ചിട്ടാണോ, അത് ഫാസ്റ്റിംഗ് ആണോ, അത് PPVS ആണോ, ഇപ്പോൾ ഏത് തന്നെയാണെങ്കിൽ ഇത് നോർമൽ അല്ല, ഇത് അബ്നോർമൽ റേഞ്ചാണ്. അപ്പോൾ ഞാൻ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഡയബറ്റീസ് എന്നുള്ള രീതിയിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് HbA1c-യുടെ അടിസ്ഥാനത്തിലാണ്. HbA1c എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. നമ്മുടെ 3 മാസത്തെ ബ്ലഡിലുള്ള ഷുഗറിൻ്റെ അളവ് എത്രയാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾ ഡയബറ്റിക് ആണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഡയബറ്റീസിൻ്റെ ലെവൽ ഏതാണ്, പ്രീ ആണോ, അതോ നിങ്ങൾ ഡയബറ്റീസ് ആണോ, അതോ നിങ്ങൾ ഏത് ലെവലിലാണ്, ഏത് തരത്തിലുള്ള മെഡിസിൻസ് ആണ് നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യേണ്ടത് എന്നൊരു ഡോക്ടർ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ടും ഒരു ഡോക്ടറിനെ പോയി കാണുക. എൻഡോക്രൈനോളജിസ്റ്റിനെ കാണാനായിട്ട് ശ്രമിക്കുക. എൻഡോക്രൈനോളജിസ്റ്റിനെ കാണുക, ഡോക്ടർക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കുക, കാണുക, കണ്ടിട്ടുള്ള ടെസ്റ്റുകളൊക്കെ നടത്തുക. കാരണം ഡയബറ്റീസ് എന്നുള്ള രീതിയിൽ ഡയബറ്റിക് നെഫ്രോപ്പതി, ന്യൂറോപ്പതി, അതുപോലെ തന്നെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് വേറെ ഉണ്ടാവാറുണ്ട്. നമ്മുടെ കിഡ്നീനെയൊക്കെ ബാധിക്കുന്ന രീതിയിലൊക്കെ ഉള്ള ഒരുപാട് ഇഷ്യൂസൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും കെയർഫുള്ളായിരിക്കുക. ചേട്ടൻ പ്രത്യേകം ഞാൻ പറയുന്നു, ചേട്ടൻ പോയി ഡോക്ടറിനെ കാണണം. പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, ഫർദറായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് തന്നെ എടുക്കുക. അല്ലാതെ ഇതാരെയും പേടിപ്പിക്കാനോ അല്ലെങ്കിൽ പറ്റിക്കാനോ വേണ്ടിയിട്ട് ഇടുന്നതല്ല കേട്ടോ. കാരണം ഞാൻ ലാസ്റ്റ് ഇട്ട ആ ഒരു വീഡിയോസിൽ ഒരുപാട് പേർക്ക് പേടിയുണ്ടെന്നൊക്കെ ഇങ്ങനെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. അതുകൊണ്ടാണ് പറയുന്നത്. കാരണം എൻ്റെ ഒരു അനുഭവം കൊണ്ടാണ് പറയുന്നത്. ഞങ്ങൾ ഓൾറെഡി എന്താ പറയുക, ഈ ഒരു BP കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ വന്ന ഒരു ചേട്ടന് വേറെ ഫർദർ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ ആ ചേട്ടൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടി വന്നു. എന്നാലും ആൾ ഓക്കെ ആയി, ഇപ്പം സുഖമായിട്ടിരിക്കുന്നു. അപ്പം അതിൻ്റെ ബേസിസിലാണ് കേട്ടോ ഞാൻ വീഡിയോ ഇട്ടത്. താങ്ക് യു.